ദേവയാനിയും സർമ്മിഷ്ഠയും കൂടി അരുണ്യത്തിൽ കളിയാടി രസിച്ചു നിൽക്കുന്ന നേരത്ത് കണ്ട വീടെ രണ്ടു തങ്കത്തരുണികളെ അകത്തെയും ആയിരം ആയിരം തോഴികളോടെ ഉല്ലസിക്കുന്ന തരുണികളേത് ചന്ദ്രബിംബത്തിനു തുല്യമതായി വിളങ്ങിടും ചന്ദ്രികപ്പൂമലരേത് ആരാണി അപ്സര കന്യകമാരെന്നു ചോദിച്ചറിയുക വേണേതകത്തെയും ചെന്നു തരുണിമണിയവർ മുമ്പിൽ ആദിയും ചോദ്യമിട്ടേതകത്തെയും കാര്യങ്ങളൊക്കെ ആദിയോടൊപ്പോൾ ദേവയാനിയും പറഞ്ഞു കേൾപ്പിച്ചു. തേജസ്വരൂപനതാകിയ ചുക്രഗുരുവിൻ മകളെന്ന കാര്യങ്ങളെല്ലാം ചൊല്ലിക്കുഴഞ്ഞു മറിഞ്ഞു ദേവയാനി. വേറൊരു കാര്യമപ്പോൾ തകത്തെയും ആപത്തിൽ നിന്നും സഹായിച്ച നിങ്ങളൻ മാനസദേവനായി തകത്തെയും ജന്മമാ ജീവിത നാളുകൾ തൊട്ട് ഇന്നുവരെയും വിനേരം വരെയും എന്നുടെ മെയ്യിൽ പുരുഷന്മാരാരും തീണ്ടിയിട്ടില്ലാത്ത സത്യമിതിപ്പോൾ നിങ്ങൾ തന്നേരെ പറയുന്നതിപ്പോൾ. നിങ്ങളാണ് എന്നുടെ പണികളിന്മേൽ സ്പർശിച്ചതും അതിനാലെ ആചാരമായി ഭാര്യയായി സ്വീകരിക്കാവുന്നത്. ചെന്നു പെട്ടെന്ന് ധരിച്ചു സർമ്മിഷ്ഠയോടി കൊട്ടാരത്തിൽ തകത്തെയും